വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേയുടെ സ്പോൺസേഴ്സിന് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, തൃശ്ശൂരിൽ നിന്നുള്ള ഷാജഹാനും ഖദീജയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്ക് ഒരു സ്വന്തമായ ഭവനം അങ്ങ് കൊടുക്കണമേ എന്ന് ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ഷാജഹാൻ്റെ വിവാഹം എത്രയും വേഗം നടക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം വെൺമണിയിൽ നിന്നുള്ള KV ജോൺസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൾ ജനിക്ക് കർത്താവെ നല്ല ഒരു ജീവിത പങ്കാളിയെ, ഏറ്റവും അനുയോജ്യനായൊരു വ്യക്തി അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഭാവി ആ മകൾക്ക് അങ്ങ് നൽകുന്നതിനാൽ നന്ദി പറയുന്നു. പത്തനാപുരത്തു നിന്നുള്ള ജോസ്ലിൻ ഫിലിപ്പോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മയെ വെരിക്കോസ് വെയിനിൽ നിന്നും കർത്താവെ പൂർണ്ണമായും അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ മുഴുവൻ ആരോഗ്യത്തിന് വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഭോപ്പാലിൽ നിന്നുള്ള മേരി KOയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലിൻ്റെ തേയ്മാനം കർത്താവ് മാറ്റിക്കൊടുക്കണമേ. മുട്ടുകാലിലെ വേദന കർത്താവെ അങ്ങ് മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊല്ലത്തു നിന്നുള്ള മണിയമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജനറൽ നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് എത്രയും വേഗം ലഭിക്കാൻ സഹായിക്കണമേ. സ്വന്തമായൊരു ഭവനം അങ്ങ് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൊല്ലത്തു നിന്നുള്ള ബിജുവിനും അർച്ചനയ്ക്കുമായി പ്രാർത്ഥിക്കുന്നു. ബിജുവിന് എല്ലാ മദ്യപാനത്തിൽ നിന്നും ലഹരി മരുന്നിൻ്റെ അടിമത്തത്തിൽ നിന്നും പൂർണ്ണമായ സ്വാതന്ത്ര്യം അങ്ങ് കൽപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്നെല്ലാം തന്നെ സ്വതന്ത്രമാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഓരോ സ്പോൺസറേയും കർത്താവെ അങ്ങയുടെ കൈകളിലേക്ക് ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. Brother Damien ministering in USA. New York Blessing Festival, September 19th, Saturday, 6 p.m. St. Paul's International Lutheran Church, 26222 Union Turnpike, Floral Park, Queens, New York, 11004. Call 917-855-2024. Jesus Christ Exalted, Philadelphia, September 20th, Sunday, 6:30 p.m. New Life Community Church, 2680 Huntington Pike, Huntington Valley, Pennsylvania, 19006. Call 21568-03572. ആൻറ്റിയുടെ കഴുത്തിൻ്റെ ബാക്ക് ഭാഗത്തായിട്ട്, അതായത് ഏകദേശം ഈ ഭാഗത്തായിട്ട് ഒരു നെല്ലിക്ക വലിപ്പമുള്ളൊരു മുഴയുണ്ടായിരുന്നു. ഏകദേശം 8 വർഷത്തോളം അതുണ്ടായിരുന്നു. 8 വർഷം പെർമനൻ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു. ആൻറ്റിക്ക് ഭയമായിട്ട് പല ഡോക്ടറെ കാണിച്ചു നോക്കി, സ്കാൻ ചെയ്ത് നോക്കി, എന്നാൽ പ്രശ്നമുള്ളതല്ലെന്ന് പറഞ്ഞു. പക്ഷേ ആൻറ്റിക്ക് അത് അവിടെ ഇരിക്കും തോറും ഉള്ളിൽ ഭയമായി. കഴിഞ്ഞ വർഷം നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ ഇങ്ങനെ വിളിച്ചു പറയുന്നത് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് മുഴയുള്ള വ്യക്തികൾ ആ ഭാഗത്തേക്ക് കൈകൾ വച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ആ മുഴയുള്ള ഭാഗത്ത് കൈവച്ച് ആൻറ്റി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആൻറ്റി തൻ്റെ വീട്ടുപണിയൊക്കെ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഒരു 8 മണി കഴിഞ്ഞപ്പോൾ ആൻറ്റിയുടെ ഉള്ളിൽ ഇങ്ങനെ പറയാൻ തുടങ്ങി, നീ പ്രാർത്ഥിച്ചതല്ലേ, ആ മുഴയോടെ ഉണ്ടോ എന്ന് നോക്ക് എന്ന് ആരും പറയുന്നത് പോലെ എനിക്ക് അനുഭവം. എന്ന് വെച്ചാൽ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആൻറ്റി തിരിച്ച് താൻ ആ കൈവച്ച് നോക്കിയപ്പോൾ ആ ഭാഗത്ത് പതിഞ്ഞിരിക്കുന്നു. ആ മുഴ 8 വർഷമുള്ള മുഴ അത് പതിഞ്ഞിരിക്കുന്നതായിട്ട് ആൻറ്റിക്ക് അനുഭവപ്പെട്ടു. ഏത് ഭാഗത്താണ് ഇത് ഉണ്ടായിരുന്നത്? എൻ്റെ കഴുത്തിൻ്റെ ഈ തലയുടെ ഇവിടെയായിട്ട്, ഈ മുടിയുടെ തൊട്ട് താഴെയായിട്ടായിരുന്നു ഇത് ഉണ്ടായത്. ഒരു ദിവസം പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബ്രദർ ഇങ്ങനെ പറഞ്ഞിട്ടെങ്കിലും ഇതുണ്ടെങ്കിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ. അപ്പം ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തോന്നി ഞാനൊന്ന് പ്രാർത്ഥിച്ചതല്ലേ, അപ്പോൾ ഇവിടെ വെച്ച് നോക്കാം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു പകുതി കൂടുതൽ അതങ്ങ് പതിഞ്ഞു, ഒന്നും ഇല്ലാന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. Brother Damien ministering in UAE. Sharjah Blessing Festival, September 23rd, 2015, Wednesday. Time 7 p.m. to 10 p.m. St. Martin's Anglican Church Hall, Sharjah. Dubai Blessing Festival, September 24th, 2015, Thursday. Time 7 p.m. to 10 p.m. Wide Range Restaurant, Basement Party Hall, near Karama Metro Station, Dubai. Al Nahda Blessing Festival,
September 25th, 2015, Friday. Time 5 p.m. to 7 p.m. near Al Mulla Plaza. Office entrance, hall number 7, Al Nada, Dubai, UAE. Call 055 741 5618. Today I'm going to speak about this topic. I am an heir of God. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇതാണ്. ഞാൻ ദൈവത്തിൻ്റെ അവകാശിയാണ്. First we are going to read a parable from the Gospel of Matthew. ആദ്യമേ ഞാൻ വായിക്കാൻ പോകുന്നത് മത്തായി എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ഒരു ഉപമയാണ്. Matthew 21 verses 33 up to 41. മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 33 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. Verse number 33, listen to another parable. There was a landowner who planted a vineyard. He put a wall around it, dug a wine press in it, and built a watchtower. Then he rented the vineyard to some farmers and moved to another place. മറ്റൊരു ഉപമ കേൾക്കുവിൻ. വീട്ടുടമയായ ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിനു ചുറ്റും വേലി കെട്ടി, അതിൽ മുന്തിരിച്ചക്ക് കുഴിച്ചിട്ട് ഗോപുരവും പണിതു. When Jesus was here on earth, he spoke in a lot of examples, stories and parables. യേശു കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ അദ്ദേഹം ഒത്തിരി കഥകളിലൂടെ, ഉദാഹരണങ്ങളിലൂടെ, ഉപമകളിലൂടെയൊക്കെയാണ് താൻ ജനത്തോട് His സംസാരിച്ചത്. message was very illustrative so that including the common people could understand what Jesus spoke. യേശു കർത്താവിൻ്റെ സന്ദേശങ്ങൾ, പ്രസംഗങ്ങൾ എല്ലാം ഒരു ചിത്രീകരണം പോലെ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ആ കഥാരൂപത്തിലാണ് യേശു കർത്താവ് എല്ലാ കാര്യങ്ങളും So പറഞ്ഞത്. when I continue with the story, you have to have the undivided attention so that you will understand the message from the parable. നിങ്ങൾ ഈ സന്ദേശങ്ങൾ ഇനി തുടർന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും ഇതിനകത്ത് തന്നെ ആയിരിക്കുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളിൽ ഈ കഥ ഏറ്റവും അധികം, ഈ സന്ദേശം നിങ്ങൾ കൂടുതലായി മനസ്സിലാക്കേണ്ടതുണ്ട്. 34, when the harvest time approached, he sent his servants to the tenants to collect his fruit. 34-ാമത്തെ വാക്യം, വിളവെടുപ്പ് കാലം സമീപിച്ചപ്പോൾ ഫലങ്ങൾ വാങ്ങേണ്ടതിന് അവൻ ദാസന്മാരെ കൃഷിക്കാരുടെ അടുക്കിലേക്ക് അയച്ചു. 35, the tenants seized his servants. They beat one, killed another, and stoned a third. കൃഷിക്കാരോ അവന്റെ ദാസന്മാരെ പിടിച്ച് ഒരുവനെ തല്ലി, ഒരുവനെ കൊന്ന്, മറ്റൊരുവനെ കല്ലെറിഞ്ഞു. 36, then he sent other servants to them more than the first time, and the tenants treated them the same way. അവൻ പിന്നെയും മുമ്പിലത്തേതിലും അധികം ദാസന്മാരെ അയച്ചു, അവരോടും അവർ അങ്ങനെ തന്നെ ചെയ്തു. 37, last of all he sent his son to them. They will respect my son, he said. ഒടുവിൽ അവൻ എൻ്റെ മകനെ അവർ ആദരിക്കുമെന്ന് പറഞ്ഞ് തൻ്റെ മകനെ അവരുടെ അടുക്കിലേക്ക് അയച്ചു. 38, but when the tenants saw the son, they said to each other, this is the heir. Come, let's kill him and take his inheritance. മകനെ കണ്ടിട്ട് കൃഷിക്കാരൻ, ഇവൻ അവകാശി, വരുവിൻ നമുക്ക് അവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കാം എന്ന് പരസ്പരം പറഞ്ഞു. Underline that verse. This is the heir. Come, let's kill him and take his inheritance. Underline that in your Bible. അതിന്റെ 38-ാമത്തെ വാക്യം അടിവരയിട്ട് നിങ്ങൾ സൂക്ഷിക്കുക. മകനെ കണ്ടിട്ട് കൃഷിക്കാരൻ, ഇവൻ അവകാശി, വരുവിൻ നമുക്ക് ഇവനെ കൊന്ന് അവന്റെ അവകാശം കൈവശമാക്കാം എന്ന് പറഞ്ഞു. 39, so they took him and threw him out of the vineyard and killed him. അവനെ പിടിച്ച് തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. 40, therefore when the owner of the vineyard comes, what will he do to those tenants? 40-ാമത്തെ വാക്യം, ആകയാൽ മുന്തിരിത്തോട്ടത്തിന്റെ ഉടയവൻ വരുമ്പോൾ ഈ കൃഷിക്കാരോട് എന്തു ചെയ്യും? 41, he will bring those wretches to a wretched end, they replied, and he will rent the vineyard to other tenants who will give him his share of the crop at harvest time. അവൻ ആ ദുഷ്ടന്മാരെ നിശേഷം നിഗ്രഹിച്ച് തക്ക സമയത്ത് ഫലം നൽകുന്ന വേറെ കൃഷിക്കാരെ തോട്ടമേൽപ്പിക്കും എന്ന് അവരോട് പറഞ്ഞു. Now this is the essence of the story. ഈ കഥയുടെ സാരാംശം എന്ന് പറയുന്നത്, There was a land owner. ആ
അവിടെ ഒരു തോട്ടത്തിന്റെ ഉടമയുണ്ടായിരുന്നു. He had a large vineyard. അദ്ദേഹത്തിന് വലിയൊരു മുന്തിരി തോട്ടമുണ്ടായിരുന്നു. So what he did was he entrusted the entire vineyard to a batch of servants, a batch of tenants, and he moved to another place. അദ്ദേഹം ചെയ്ത കാര്യം, അദ്ദേഹത്തിന്റെ ആ മുന്തിരി തോട്ടങ്ങൾ ഒത്തിരി കൃഷിക്കാരെ അദ്ദേഹം ഉത്തരവാദിത്തം പാട്ടത്തിന് ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുവാനിടയായി തീർന്നു. A few months passed by, ചില മാസങ്ങൾ കടന്നുപോയി, seasons changed, ആ കാലങ്ങൾ മാറുവാനിടയായി and തീർന്നു. it was harvesting season. ഈ സമയത്ത് അതിന്റെ കൊയ്ത്തിന്റെ സമയം വരുവാനിടയായി. So with great expectation in his heart, he sent a batch of servants to the vineyard to collect the fruit. ആ സമയത്ത്, ഈ കൊയ്ത്തിന്റെ സമയത്ത് അദ്ദേഹം ഒരു പറ്റം തൻ്റെ സേവകരെ, വേലക്കാരെ അതിൻ്റെ ഫലങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ഈ കൃഷിക്കാരുടെ അടുക്കിലേക്ക് അയക്കുവാനിടയായി. Some heartbreaking events took place. അവിടെ ഹൃദയഭേദകമായ ഒത്തിരി കാര്യങ്ങൾ നടക്കുവാനിടയായി. The tenants killed, beat and hurt the batch of these servants. അവിടെ ഈ ഫലങ്ങൾ മേടിക്കുവാൻ വന്ന ആ സേവകരെ അവിടെ ഉണ്ടായിരുന്ന കൃഷിക്കാർ അവരെ പിടിച്ച് തല്ലി കൊന്ന് കല്ലെറിഞ്ഞ് ഓരോരുത്തരെയും അവരെ നശിപ്പിക്കുവാനിടയായി. And he sent another batch. അതിനുശേഷം കുറച്ചും കൂടെ അധികം ആളുകളെ സേവകരെ അങ്ങോട്ട് അയച്ചു. They did the same thing with the second batch. ആ കൃഷിക്കാർ ആദ്യത്തെ വേലക്കാരോട് ചെയ്തതുപോലെ തന്നെയാണ് രണ്ടാമത്തെ ആളുകളോട് ചെയ്തത്. Finally he took a decision. അവസാനം അദ്ദേഹം ഒരു തീരുമാനം തന്റെ ഹൃദയത്തിൽ എടുത്തു. Now I am not going to send any servant, I am going to send my own son. ഞാൻ ഇനി ഇതിനു ശേഷം ഇനി വേലക്കാരെ ഒന്നും അയക്കാൻ പോകുന്നില്ല. ഞാൻ ഇനി എൻ്റെ സ്വന്തം പുത്രനെ അവരുടെ അടുക്കിലേക്ക് അയക്കാൻ Are പോകുന്നു. you listening to me? നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? He said, they did not respect my servants, but now I am sending my own son. They will respect him. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വേലക്കാരെ അവർ ബഹുമാനിച്ചില്ല, എന്നാൽ എൻ്റെ സ്വന്തം പുത്രനെ ഞാൻ അവരുടെ അടുക്കിലേക്ക് അയക്കുകയാണ്, അവനെ അവർ തീർച്ചയായും ബഹുമാനിക്കും. The result was more heartbreaking. എന്നാൽ അതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്ന അതിനേക്കാൾ വേദനാജനകമായിരുന്നു. The tenants took the heir who had the inheritance of the father to the outside of the vineyard and killed him. ആ കൃഷിക്കാർ ചെയ്തത്, ഈ തോട്ടത്തിലെ ഉടമയുടെ മകനെ കൊണ്ടുപോയി ആ തോട്ടത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവനെ കൊന്നുകളയാനിടയായി തീർന്നു. So what will he do next? ഇനി അടുത്തത് ഈ തോട്ടത്തിന്റെ ഉടമ എന്താണ് ചെയ്യാൻ One പോകുന്നത്? day the owner himself will come. ഈ തോട്ടത്തിന്റെ ഉടമ ഒരു ദിവസം താൻ തന്നെ നേരിട്ട് വരുവാനിടയായി And തീർന്നു. he will catch all the wretched tenants. അവിടെ ഉണ്ടായിരുന്ന ദുഷ്ടന്മാരായ എല്ലാ കൃഷിക്കാരെയും അദ്ദേഹം പിടിച്ചു. And he will handle them properly. അവരെ വേണ്ട വിധത്തിൽ ആ ഉടമ കൈകാര്യം ചെയ്യുവാനിടയായി തീർന്നു. Can you shout a hallelujah? കൈകൾ ഉയർത്തിയിട്ട് ഹല്ലേലൂയ പറയാമോ? Now what is the meaning of this parable? ഈ ഉപമയുടെ അർത്ഥം എന്താണ്? The landowner is God the Father. ഈ തോട്ടത്തിന്റെ ഉടമ എന്ന് പറയുന്നത് സ്വർഗത്തിലെ പിതാവ് തന്നെയാണ്. And he gave the vineyard to some tenants. അദ്ദേഹം തന്റെ തോട്ടം പല കൃഷിക്കാർക്ക് വേണ്ടി അദ്ദേഹം ഭാഗിച്ചു The കൊടുത്തു. primary meaning is that these tenants are the people of Israel. അതിന്റെ പ്രാഥമികമായ അർത്ഥം നമ്മൾ കണ്ടെത്തുവാൻ കഴിയുന്നത് ഈ കൃഷിക്കാർ ഇസ്രായേൽ ജനം തന്നെയാണ്. And the landowner sent batch by batch his servants to the people of Israel. ഈ തോട്ടത്തിന്റെ ഉടമ ഒത്തിരി തന്റെ സേവകന്മാരെ, വേലക്കാരെ ഒത്തിരിയായി ഇസ്രായേൽ മക്കളുടെ അടുക്കിലേക്ക് അയക്കുവാനിടയായി. Who are these servants? ഈ ആരാണ് ഈ വേലക്കാർ? They are batches of prophets and men of God. God sent to speak to these tenants, these people of Israel. ഈ സേവകർ, വേലക്കാർ ആരൊക്കെയാണ്? ദൈവം നേരിട്ട് ഇസ്രായേൽ മക്കളോട് ദൈവത്തിന്റെ സന്ദേശം പറയുവാൻ വേണ്ടി അയച്ചിട്ടുള്ള പ്രവാചകന്മാരും ദൈവപുരുഷന്മാരുമാണ് ഈ സേവകർ. You know what the people of Israel did with them? അവരോട് ഇസ്രായേലിലെ ജനം എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമോ? The people of Israel stoned many of the prophets. ഈ പ്രവാചകന്മാരിൽ പലരെയും തന്നെ ഇസ്രായേൽ മക്കൾ കല്ലെറിയുവാനിടയായി തീർന്നു. And many of them were killed. ഒത്തിരി ആളുകളെ ഇസ്രായേൽ മക്കൾ കൊന്നുകളഞ്ഞു. And finally God the Father sent his own son to this world.
അവസാനമായി തന്റെ ഏകജാതനായ പുത്രനെ തന്നെ സ്വർഗീയ പിതാവ് ഈ ലോകത്തിലേക്ക് അയക്കുവാനിടയായി തീർന്നു. He had an expectation. ദൈവത്തിന് ഒരു വലിയ Now my പ്രതീക്ഷയുണ്ടായിരുന്നു. son is going. എന്റെ മകനാണ് ഇപ്പോൾ പോകുന്നത്, They will respect him. അവനെ അവർ തീർച്ചയായും But the ബഹുമാനിക്കും. opposite thing happened. എന്നാൽ അതിന്റെ വിപരീതമായ കാര്യമാണ് അവിടെ സംഭവിച്ചത്. They knew one thing, he is the heir. അവർക്കറിയാമായിരുന്നു ഈ വരുന്ന വ്യക്തി സകലത്തിന്റെ അവകാശിയാണ്. So they killed him അതുകൊണ്ട് അവർ അവനെ കൊല്ലുവാനിടയായി തീർന്നു. so that no one else will come to ask for fruits. അത് ഇനി മേലാൽ ആരും തന്നെ ഫലത്തിന് വേണ്ടി വരികയില്ലല്ലോ. So I want to highlight one thing here. ഇവിടെ ഒരു കാര്യം വളരെയധികം ഞാൻ ഊന്നി പറയാൻ വേണ്ടി The ആഗ്രഹിക്കുകയാണ്. Son of God, Jesus Christ, is the heir of everything that belongs to the Father. യേശു കർത്താവ് ദൈവപുത്രനാണ്. ദൈവത്തിനുള്ള സ്വർഗീയ പിതാവിനുള്ള സകലത്തിന്റെയും യഥാർത്ഥത്തിലുള്ള അവകാശി. The people of Israel wanted to take the inheritance for themselves by killing the Son of God. ഇസ്രായേൽ ജനം ചെയ്തത് ഈ ദൈവപുത്രനുള്ള അവകാശം മുഴുവൻ തങ്ങളുടേതാക്കുന്നതിന് വേണ്ടി ഈ ദൈവപുത്രനെ അവർ കൊല്ലുവാനിടയായി തീർന്നു. But God's plan was not that. That is not the way we can become an heir of God. That's not the way we can have the inheritance of God. ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയല്ല. ഇങ്ങനെയുള്ള രീതിയിലല്ല നമ്മൾ ഒരിക്കലും ദൈവികമായ അവകാശത്തെ, അനുഗ്രഹത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാപിച്ചെടുക്കേണ്ടത്. How many of you want to know the right way? എങ്ങനെയാണ് ശരിയായ രീതിയിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്നുള്ളത് അറിയുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? Shout a hallelujah. ശബ്ദമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാലും. I will give you a few verses. ഞാനൊരു കുറച്ച് വാക്യങ്ങൾ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. Titus chapter 3 verse number 7. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. So that having been justified by his grace, we might become heirs, having the hope of eternal life. നാം അവന്റെ കൃപയാൽ Yes. നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശയ്ക്കനുസരണമായി നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് തന്നെ. I'm going to give you one more verse. മറ്റൊരു വാക്യം കൂടി ഞാൻ നിങ്ങൾക്ക് നൽകട്ടെ. 1 Peter 1 പത്രോസ് chapter 1 അതിന്റെ 1-ാമത്തെ വാക്യം and verse number 4. അതിന്റെ 4-ാമത്തെ വാക്യം. It says, and into an inheritance that can never perish, spoil or fade, kept in heaven for you. നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. So God's purpose for us is that we all should become his heir and we all should have his inheritance. ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ അവകാശികളായി ദൈവത്തിന്റെ സകല സമ്പത്തിന്റെയും അവകാശമാക്കി മാറ്റുന്നത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. There is a universal principle. ഈ സാർവലൗകികമായ ഒരു തത്വമുണ്ട്. What is the universal principle? If you want to inherit something, you have to be a son or a daughter of a father. നിങ്ങൾക്ക് ആരുടെയെങ്കിലൊക്കെ അവകാശിയായി മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ സമ്പത്തുള്ള വ്യക്തിയുടെ മകനോ മകളോ ആയി നമ്മൾ മാറേണ്ടതുണ്ട്. If your father has some property, നിങ്ങളുടെ പിതാവിന് ഒത്തിരി സമ്പത്തുണ്ടെങ്കിൽ after his death, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം you will inherit it. ആ സമ്പത്തിന്റെ അവകാശിയായി നിങ്ങൾ മാറുകയാണ്. By default, you are an heir. നിങ്ങൾ ജന്മനാ തന്നെ നിങ്ങൾ അതിന്റെ അവകാശിയാണ്. Shout a hallelujah. കൈകൾ ഉയർത്തിയിട്ട് ഹല്ലേലൂയ പറഞ്ഞാലും. Hallelujah. ഹല്ലേലൂയ. The people of Israel wanted to take the inheritance by killing the Son of God. ഈ ഇസ്രായേൽ ജനം ശ്രമിച്ചത് ദൈവപുത്രനെ നശിപ്പിച്ചിട്ട് കൊന്നിട്ട് ആ ദൈവികമായ അവകാശത്തെ പ്രാപിക്കുവാനാണ് അവർ ശ്രമിച്ചത്. But today we don't need to do that. ഇന്ന് നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല. We know the simple logic. നമുക്ക് അതിന്റെ ലളിതമായ തത്വം നമുക്കറിയാം. Just become the same father, son or daughter. നമ്മൾ ചെയ്യേണ്ടത് ആ പിതാവിന്റെ മക്കളായി, മകനായി, മകളായി നമ്മൾ മാറിയാൽ മതി. So how can we become children of God? എങ്ങനെ നമുക്ക് ദൈവത്തിന്റെ മക്കളായി, പൈതങ്ങളായി നമുക്ക് മാറുവാൻ കഴിയും? Very simple. വളരെ ലളിതമാണ്. John Gospel chapter 1 verse number 12. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. If you believe in him, you will get the right to become sons and daughters of God. നിങ്ങൾ അവനിൽ വിശ്വസിക്കുകയാണെങ്കിൽ ദൈവ മക്കളായി തീരുവാനുള്ള
അവകാശം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. By default, you are children of God. നിങ്ങൾ സ്വാഭാവികമായി ദൈവത്തിന്റെ മക്കളാണ്. Hallelujah. ഹല്ലേലൂയ. Now I'm going to give you another scripture portion. മറ്റൊരു ദൈവവചനത്തിന്റെ ഭാഗം നിങ്ങൾക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Galatians chapter number 3. ഗലാത്യർക്ക് ലേഖനം 3-ാം അധ്യായം 26 through 29. അതിന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. 26. So in Christ Jesus you are all children of God through faith. ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. 27. For all of you who are baptized into Christ have clothed yourselves with Christ. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. There is neither Jew nor Gentile, neither slave nor free, nor is there male or female, for you are all one in Christ Jesus. 28-ാമത്തെ വാക്യം, അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, സ്ത്രീയും പുരുഷനും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. എല്ലാവരും പറഞ്ഞേ, ഞങ്ങൾ എല്ലാവരും നമ്മളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രേ. If you go to heaven, നിങ്ങൾ സ്വർഗ്ഗത്തിൽ ചെല്ലുകയാണെങ്കിൽ, the Bible says people from all languages, people from all races, people from all nations, people from all sects will be there. നിങ്ങൾ സ്വർഗ്ഗത്തിൽ ചെല്ലുകയാണെങ്കിൽ വിവിധ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ ജനവിഭാഗങ്ങളിൽ നിന്ന്, വിവിധമായ ആളുകളിൽ നിന്നുള്ള വിവിധ ഭാഷകൾ സംസാരിക്കുന്നത് സ്ത്രീകൾ, പുരുഷന്മാർ, എല്ലാവരെയും നമുക്ക് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ കാണുവാൻ കഴിയും. Jesus has no discrimination. യേശുവിന് അങ്ങനെയുള്ള വ്യത്യാസങ്ങളോ അങ്ങനെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഇതൊന്നുമില്ല. He loves every individual. യേശു കർത്താവ് ഓരോ വ്യക്തികളെയും സ്നേഹിക്കുകയാണ്. Jesus has no lower class, upper class, middle class, no class. യേശു കർത്താവിന്റെ മുൻപിൽ ഉന്നത കുലജാതരെന്നോ താഴ്ന്ന ജാതിയിലുള്ളവരെന്നോ മധ്യജാതിയിൽ നിന്നുള്ള അങ്ങനെ വ്യത്യാസങ്ങളൊന്നും യേശുവിനില്ല. Man has a small heart. മനുഷ്യന് ചെറിയൊരു ഹൃദയമാണുള്ളത്. God has a very, very, very big heart. എന്നാൽ ദൈവത്തിന് വളരെ വലിയൊരു ഹൃദയമാണുള്ളത്. Hallelujah. ഹല്ലേലൂയ. 1 John chapter 4 says God is love. 1 യോഹന്നാൻ അതിന്റെ 4-ാമത്തെ അധ്യായം പറയുന്നു, ദൈവം സ്നേഹമാകുന്നു. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസ്. സെപ്റ്റംബർ 19 തിരുവല്ല ലയൺസ് ക്ലബ് ഹാൾ, ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ, നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details 0484 422 171. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇതിനു മുമ്പുള്ള 100 കണക്കിന് എപ്പിസോഡുകളിൽ പ്രാർത്ഥനാ സമയത്ത് വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന അനേകരിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് ആ സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ന് ഈ പ്രാർത്ഥിക്കുന്ന സമയത്തും ഉള്ളിൽ വിശ്വസിക്കുക, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ കുടുംബങ്ങളോട് ചേർന്ന്, വ്യക്തികളോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന ചില വ്യക്തികൾക്ക് അത്ഭുതകരമായ സൗഖ്യം യേശു കർത്താവ് ഈ സമയത്ത് നൽകുന്നുണ്ട്. ഈ കാണുന്നത് യൂറിനൊക്കെ പുറത്തേക്ക് പോകാൻ വേണ്ടി ബാഗൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനിലൂടെയാണ് പോകുന്നത്. എന്നാൽ കർത്താവ് നിങ്ങളെ ഇന്ന് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. അകത്ത് വിശ്വസിക്കുക. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം ഇപ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകട്ടെ. ഹോസ്പിറ്റലിലായിരിക്കുന്ന പലരെയും കർത്താവ് ഈ സമയത്ത് കാണുകയും പൂർണ്ണമായ വിടുതൽ കർത്താവ് കൽപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ ചില ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകളിലൂടെ ഈ പ്രോഗ്രാം കാണുന്ന ചിലരെ, കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഒക്കെയും കാണുന്നവരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. പ്രത്യേകിച്ച് നെക്കിൻ്റെ തേയ്മാനം,
കഴുത്തിലുള്ള തേയ്മാനം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതിനുവേണ്ടി പ്രത്യേകമായ കോളർ ധരിക്കുന്ന ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ആ വ്യക്തികൾക്ക് ഉണ്ടാകട്ടെ. ശ്വാസ തടസ്സം അനുഭവിക്കുന്ന ചില വ്യക്തികൾ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. രക്തത്തിലെ ഘടകങ്ങളിൽ അതിൻ്റെ കൗണ്ടിൻ്റെ ഭയങ്കരമായ വേരിയേഷനുള്ള ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. പ്രോസ്ട്രേറ്റ് ഗ്ലാൻഡുകൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം. അതുപോലെ വയറിനകത്തുള്ള അൾസറുകളും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അത്ഭുതകരമായി അങ്ങ് കുഞ്ഞുങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിലുള്ള, പ്രത്യേകിച്ച് സ്കിന്നിലുള്ള, ത്വക്കിലുള്ള അലർജികൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ദൈവികമായ പൂർണ്ണ വിടുതലായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു കർത്താവെ. ഇപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളോ വിഷയങ്ങളോ എന്താണെങ്കിലും ഈ സമയത്ത് ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് വിടുതലുകൾ വിശ്വാസത്താൽ സ്വീകരിക്കുക. കർത്താവെ, അങ്ങിപ്പോൾ അവർക്ക് വേണ്ടി അത്ഭുതകരമായി പ്രവർത്തിക്കണമേ, അത്ഭുതകരമായ വഴികൾ തുറക്കണമേ. വലിയ പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുന്നവർ എങ്ങനെ പുറത്തു കടക്കും എന്നറിയാതെ വിഷമിക്കുന്നവർക്ക് അത്ഭുതകരമായി കർത്താവെ അവർക്ക് വേണ്ടി ഒരു വേ ഔട്ട് അങ്ങ് കൊടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഈ ആഴ്ചയിൽ നമുക്ക് ന്യൂയോർക്കിലും ഫിലഡൽഫിയയിലുമാണ് ഈ വീക്കെൻഡിൽ നമ്മുടെ മീറ്റിങ്സ് നടക്കുന്നത്. സ്ക്രീനിൽ കാണുന്ന അഡ്രസ്സ് നോക്കി വന്ന് മീറ്റ് ചെയ്യുക. സിസ്റ്റർ ഷമയും ഞാനും ഒരുമിച്ച് അവിടെ ഉണ്ടായിരിക്കും. നമുക്ക് ഒരുമിച്ച് കാണാനും ഒക്കെയുമുള്ള ഒരവസരമാണ്. തീർച്ചയായും വരണം. അതുപോലെ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങൾ, DVD-കൾ ഒക്കെ ആവശ്യമുള്ളവർക്ക് തീർച്ചയായും അതിനുള്ള അവസരമുണ്ട്. സ്ക്രീനിലെ നമ്പറിൽ ഓഫീസ് ടൈമിൽ വിളിക്കുക, അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെ ഓൺലൈനായി നിങ്ങൾക്കത് കരസ്ഥമാക്കാം. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.